താൻ കേസുകൊട് എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സംവിധായകൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാളും കുഞ്ചാക്കോ ബോബനും ഒന്നിക്കുന്ന ഒരു ദുരൂഹ സാഹചര്യത്തിൽ റിലീസിന് ഒരുങ്ങുകയാണ്. ഏപ്രിൽ മാസം 15-ന് വിഷു റിലീസായി ഇറങ്ങുന്ന ഈ ചിത്രത്തിന്റെ പ്രൊമോ ടീസർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. കൊച്ചി ക്രൗൺ പ്ലാസയിൽ നടന്ന ചടങ്ങിൽ സിനിമയിലെ താരങ്ങളും നിർമ്മാതാവും ലിസ്റ്റിൻ സ്റ്റീഫൻ പങ്കെടുത്തു. കുഞ്ചാക്കോ ബോബനും രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളും 4 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒന്നിക്കുന്നത്. താൻ കേസുകൊട് എന്ന ചിത്രത്തിന് ശേഷം ഹിറ്റ് കോംബോ വീണ്ടും എത്തുമ്പോൾ പ്രതീക്ഷകളുമേറെയാണ്. തിരുനെല്ലി പഞ്ചായത്തിലെ തോൽപ്പെട്ടിയിലുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരനും റേഡിയോയുടെ സ്ഥിരം ശ്രോതാവുമായ സേതു എന്ന കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബൻ എത്തുന്നത്. ഈ സിനിമയുടെ ജയപരാജയങ്ങൾ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ബാധകമാകുമോ എന്നുള്ളത് അതൊരു ഫാക്ടറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിജയങ്ങളും പരാജയങ്ങളും ഞങ്ങളുടെ സിനിമാ ജീവിതത്തിൽ ഒന്നിച്ചുള്ള യാത്രയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല സിനിമകൾക്ക് വേണ്ടി ഈ സിനിമയുടെ റിസൾട്ട് എന്ത് തന്നെ ആവട്ടെ, അത് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു ഫാക്ടറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൻ്റെ ജയപരാജയങ്ങൾക്കപ്പുറം നല്ല സിനിമകൾക്ക് വേണ്ടി വീണ്ടും ഒന്നുകൂടി. ദിലീഷ് പോത്തൻ, സജിൻ ഗോപു, ചിദംബരം, ജാഫർ ഇടുക്കി, സുധീഷ്, ശരണ്യ രാമചന്ദ്രൻ, പൂജ മോഹൻരാജ് എന്നിങ്ങനെ നിരവധി താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ഞായറാഴ്ച തുടങ്ങും. പിന്നെ ഇളയ പെങ്ങളെ ചോദിച്ചിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് നോക്കട്ടെ എൻ്റെ വാപ്പാട് ചോദിച്ചപ്പോൾ വാപ്പ കുറച്ച് ആദ്യം പോകേണ്ട എന്നൊക്കെ പറയുന്നത് ഇച്ചിരി പൈസ ഞങ്ങളും ഉണ്ടാക്കി വെക്കുന്ന പൈസയ്ക്ക് സിനിമയ്ക്ക് അവളുടെ ഒരു പോക്കിൽ ഒക്കെ ആയിട്ട് അങ്ങനെ ഉദയ പിക്ചേഴ്സിന്റെ ബാനറിൽ കുഞ്ചാക്കോ ബോബനും ഈ ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയാണ്. മാജിക് ഫ്രെയിംസും ഉദയ പിക്ചേഴ്സും ആദ്യമായി ഒരുമിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. 2 കാലഘട്ടങ്ങളിലെ വൻപന്മാരായ പ്രൊഡക്ഷൻ കമ്പനികളുടെ ഒരുമിക്കൽ കൂടിയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന സിനിമ. ചിത്രം ഏപ്രിൽ 15-ന് തിയേറ്ററുകളിലെത്തും. ന്യൂസ് മലയാളം, കൊച്ചി.